ഹായ് ഫ്രണ്ട്സ്, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷയെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. അപ്പോൾ നിയമ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവർക്ക് കേരള സർക്കാരിൽ നേടാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്ന പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത് നമ്മൾ ഗവൺമെന്റ് സർവീസിലേക്ക് പോവുകയാണ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുകയാണ്, പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുകയാണ് അല്ലേ. അപ്പോൾ സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് കോടതികളിൽ കേസ് വാദിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് എല്ലാ ദിവസവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്താനുള്ള നിങ്ങളുടെ വഴിയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ് കേരള PSC നടത്തുന്ന പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ തവണത്തെ പരീക്ഷ 2022 നോട്ടിഫിക്കേഷൻ വന്നു, 2023 പരീക്ഷയൊക്കെ വന്നു. ആ റാങ്ക് ലിസ്റ്റൊക്കെ അടുത്ത വർഷത്തോടു കൂടിയൊക്കെ എക്സ്പയർഡ് ആവും. അപ്പോൾ പുതിയ പരീക്ഷ ഉടനെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. മിക്കവാറും ഡിസംബറിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലായിട്ടൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2ന്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ളൊരു സമയമായി. അതിന് മുന്നേ നമ്മൾ എന്താണ് ഈ പരീക്ഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ പേര്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസ് എന്നുള്ള പ്രോസിക്യൂഷൻ സർവീസിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത്. ഇവിടെ സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. LLB കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാലറി സ്കെയിലാണ്, സർക്കാരിൽ കിട്ടുന്ന നല്ലൊരു സാലറി സ്കെയിലാണ് 56,500 മുതൽ 1,18,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലിലേക്കാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ പോകുന്നത്. ഗസറ്റഡ് പോസ്റ്റ് ആണെന്ന് ഓർക്കുക, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് ആണെന്ന് കൂടെ ഓർക്കുക. 36 ആണ് ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ്. ഇത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലെ വിശദാംശങ്ങളാണ്. 36 വയസ്സാണ് ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ്. നിങ്ങൾ OBC യോ SC/ST ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും. OBC 3 വർഷവും SC/ST ആണെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ഇനി കഴിഞ്ഞ പരീക്ഷ നടന്നത് 2023 മെയ്യിലാണ്. 2022 നോട്ടിഫിക്കേഷൻ വന്നു, 2023 മെയ്യിൽ ആ പരീക്ഷ നടന്നു. വളരെ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. ഓഗസ്റ്റ് 2023 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതുവരെ 21 പേർക്ക് അഡ്വൈസ് വീഴും. അപ്പോൾ ഓഗസ്റ്റ് 2023 എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. 2026 ഓഗസ്റ്റ് ആകുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ 2026 ഓഗസ്റ്റ് ആകുമ്പോഴത്തേന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇപ്പോൾ PSCയുടെ രീതി അങ്ങനെയാണ്, അവർ കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യണം. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് പരീക്ഷ അടുത്ത വർഷം ഒരു ഏപ്രിൽ മെയ് ജൂണിലേക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന് പുതിയ നിയമനങ്ങൾ അതിൽ നിന്ന് നടത്തി തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എ ഡിഗ്രി ഇൻ ലോ കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതായത് LLB ഉണ്ടായിരിക്കണം, അതാണ് ഒരു ക്വാളിഫിക്കേഷൻ. പ്ലസ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദ ബാർ, അതായത് ബാർ അസോസിയേഷനിൽ നിങ്ങൾ മെമ്പർ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും LLB കഴിഞ്ഞ ഈ ഒരു ജോലിയിലേക്ക് എത്തുന്ന ആളുകളെല്ലാം ബാർ അസോസിയേഷനിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ മെമ്പർ ആയിരിക്കണം. ആൻഡ് മസ്റ്റ് ഹാവ് ഹാഡ് നോട്ട് ലെസ് ദാൻ 3 years ഓഫ് ആക്റ്റീവ് പ്രാക്ടീസ് ഇൻ ക്രിമിനൽ കോർട്സ്, അതായത് 3 വർഷത്തെ എന്തുണ്ടാവണം? ക്രിമിനൽ കോർട്ടിലെ പ്രാക്ടീസ് ഉണ്ടാവണം എന്നുള്ളത്. അതായത് 3 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടാവണം. അതായത് ഈ ബാർ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് 3 വർഷമെങ്കിലും ആവണം എന്നൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ പറഞ്ഞ ബാർ അസോസിയേഷനിൽ നിന്ന് ആ നിശ്ചിത ഫോർമാറ്റിലേക്ക് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ LLB കഴിഞ്ഞ് ബാർ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തൊരു 3 വർഷം കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് മിസ്സാക്കാതിരിക്കുക. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്രിസ്മസ് ഓഫറൊക്കെ റണ്ണിങ് ആണ്. നമ്മുടെ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വളരെ ഹൈ ക്വാളിറ്റി ബെയർ ആക്ട് ബേസ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ്. നമ്മൾ നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിയററ്റിക്കലായിട്ടല്ല, ഒരു പ്രൊസീജിയറൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. കാരണം ചെയ്യേണ്ട ജോലി അതാണ് അല്ലേ. നമ്മൾ കോടതിയിൽ ചെല്ലുക, ഇതൊരു ക്ലറിക്കൽ ജോബ് അല്ല, ഈ പറഞ്ഞതുപോലെ കോടതിയിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബെയർ ആക്ട് ബേസ് ചെയ്തിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റി
സ്പെഷ്യാലിറ്റികളുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നു. BNS നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ സിലബസ് BNS ഒന്നും ഇല്ലായിരുന്നു. പുതിയ സിലബസിൽ BNSഉം BNSSഉം BSAയും ഒക്കെ വരുന്നുണ്ട്. കൂടാതെ റീസെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ്സും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. വീക്ക്ലി ലൈവ് സെഷൻസ്, ഡയറക്റ്റ് ഫാക്കൽറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ലൈവ് സെഷൻസ് നമ്മുടെ ഈ സ്പെഷ്യൽ ബാച്ച് നമ്മൾ ഒരുക്കുന്നുണ്ട്. അതും ഒരു ആദ്യത്തെ 50 പേർക്കാണ് നമ്മൾ ഈ സ്പെഷ്യൽ ബാച്ചിലേക്ക് പ്രവേശനം നൽകുക. കാരണം ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. ആ ബാച്ചിലേക്ക് എത്തി നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്തിക്കുക, I+ വഴി നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളും PYQ ബേസ്ഡ് സെഷൻസും ഒക്കെ നമ്മുടെ പ്രത്യേകതയാണ്. 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ I+ വഴി ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട്, PSC വഴി ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ബാച്ചിൽ ഈ ലിമിറ്റഡ് സീറ്റുകളിലേക്ക് എത്രയും നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള ജോലി നിങ്ങൾക്ക് സ്വന്തം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.